ചാനലിൽ പല ടൈപ്പ് ബിരിയാണി ഉണ്ട്. ഇന്ന് ഒരു പുതിയ ടൈപ്പ് ബിരിയാണി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കോഴിക്കോടൻ അല്ല, കോഴിക്കോടൻ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, തലശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏതായിരിക്കും? നമ്മളൊന്നുകൂടെ അങ്ങനെ നീങ്ങാം. ഹൈദരാബാദ്. അപ്പൊ എന്തുണ്ടാക്കുന്നത്? ഹൈദരാബാദ് സ്റ്റൈൽ ബിരിയാണി. സമയം കളയണ്ട, ഉടനെവിടേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ ബിരിയാണി 8 to 10 പേർക്ക് കഴിക്കാട്ടോ. പാല് 1/2 കപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പിഞ്ച് സാഫ്രോൺ കുങ്കുമപ്പൂവ്, അതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സൈഡിലേക്ക് വെച്ചേക്കാം. ഇപ്പോൾ കളറൊക്കെ വരും. അത് കഴിഞ്ഞ് 200 ml ഓയിൽ ഒരു പത്തിലേക്ക് ഒഴിക്കാം. ഒരു 400 gram സബോള തിന്നായി സ്ലൈസ് ചെയ്തത് ആ ഓയിലിലിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ ഒരു സാധനം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അത് വറുത്ത് കോരി വെച്ചേക്കാം. പിന്നെ 2 കിലോ ചിക്കനാണ് തന്നെ ഉപയോഗിക്കുന്നത്. 10 കട്ടാണ് ഒരു ചിക്കനെ ഉപയോഗിച്ചാണ് ഇതേ ഇങ്ങനെ. അതിൻ്റെ ഉള്ളിലേക്ക് 3 പീസ് ബേ ലീഫ്, 3 പീസ് ഏലക്കായ, ഒരു ചെറിയ പീസ് സിനമൺ സ്റ്റിക്ക്, ഒരു ടീസ്പൂൺ ഷാജീര, ഒരു ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ ക്യുമിൻ, ഒരു ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയുടെ ഇല, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ, ചില്ലി ഒരു 8 എണ്ണം ഇടിച്ചത്, നാരങ്ങയുടെ നീര് 1 എണ്ണം. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് തൈര് ഒരു 500, 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഒരു 80%, 20% ഇരിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തില്ല, അണിയൻ ഓയിൽ ചെയ്ത് ഫ്രൈ ചെയ്ത് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അതൊരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും സോഫ്റ്റ്നെസ്സും കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ 20% ഓണിയൻ നമ്മൾ ബാക്കി വെച്ചത്, അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയുടെ ഇല, ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് അതും സൈഡിലേക്ക് വയ്ക്കാം. നമുക്ക് അരി വേവിക്കാം. 6 കപ്പ് ബസ്മതി അരിയാണ് ഞാനോട് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യണം കേട്ടോ. ഒരു 18 കപ്പ് വെള്ളം മിനിമം അത് ബോയിൽ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞ് പീസ് പട്ട, ഒരു കുഞ്ഞ് പീസ് മെയ്സ് നമ്മുടെ ജാതിപത്രി, പിന്നെ ഒരു പീസ് സ്റ്റാർ നൈസ്, 3 പീസ് ഏലക്കായ, 1 ടീസ്പൂൺ ഷാജീര, 2 പീസ് ബേ ലീഫ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, കുറച്ച് മല്ലിയുടെ ഇല, കുറച്ച് പുതിനയുടെ ഇല. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അരി അങ്ങോട്ട് ഇടാം. അരി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഈ പ്രോസസ്സ് ഒരു 5 to 6 മിനിറ്റ് മതി കേട്ടോ. ഒരു 75% വരെ കുക്കാവണം വരെ മതി കേട്ടോ. പിന്നെ മൊത്തം വെള്ളം ഊറ്റി കളഞ്ഞ് ഇനി നമുക്ക് 4 ലെയർ ചെയ്യണം കേട്ടോ ഈ അരിയനെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ മൊത്തം താഴത്തെ ലെയറിൽ അങ്ങോട്ട് ഇട്ട് നല്ല ഒറ്റ ഫ്ലാറ്റ് ലെവലിൽ ഇടാം. അത് കഴിഞ്ഞാൽ നമ്മുടെ അരി ആദ്യത്തെ ലെയർ അങ്ങോട്ട് വിതറി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും അരി ഇടാം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ മിക്സ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം. വീണ്ടും അരി ഇടാം. അത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം. പിന്നെ നമ്മൾ സാഫ്രോൺ നമ്മൾ ആദ്യം റെഡിയാക്കിയില്ലേ, അതങ്ങോട്ട് അഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു ഫോയിൽ വെച്ച്
അങ്ങോട്ട് കവർ ചെയ്യുക. അതിനകത്ത് സൈഡൊക്കെ നല്ല ടൈറ്റ് ചെയ്യുക. ഒരു എയർ പോലും പുറത്ത് പോകരുത് അതിൻ്റെ സ്റ്റീം. അത് കഴിഞ്ഞ് ഒരു ലിഡ് വെച്ച് നന്നായിട്ടാണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഫുള്ള് ലോക്കാവും. അത് കഴിഞ്ഞാൽ അതൊരു ഹൈ ഫ്ലെയിമിലിട്ട് 8 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അതിന് ശേഷം വളരെ വളരെ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് നേരം ദം ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മുടെ ലിഡ് അങ്ങോട്ട് തുറക്കാം. സൂക്ഷിച്ച് നമ്മുടെ ഫോയിൽ അങ്ങോട്ട് തുറക്കാം. അത് അത്രയ്ക്കും അതിനുള്ള സ്റ്റീം ഉണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് തുറക്കാം. ഇതേ നമ്മുടെ ബിരിയാണി റെഡി. ഇതേ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ അങ്ങോട്ട് ഫ്ലഫ് ചെയ്യുക റൈസിന്. നോക്കി ചിക്കനൊക്കെ നോക്കി കിട്ടലായിട്ട് കുക്കായിട്ട്. റൈസ് ആണെങ്കിൽ പക്ക ഇങ്ങനെ വിടർന്ന് കിടക്കും. നോക്ക് ഇത്രയ്ക്കും സോഫ്റ്റായി ചിക്കനാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വരാം. ഈ റോ ചിക്കനൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കണോണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ഉണ്ട്. ചിക്കൻ ഇങ്ങനെ പുതുന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച് തിന്നു. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.